മലയാളത്തിൻ്റെ കാവ്യവിസ്മയം ആണ് ശ്രീ ONV കുറുപ്പ്. അദ്ദേഹം വിടവാങ്ങിയ നിമിഷങ്ങളിലൂടെ ആണ് നമ്മൾ പോകുന്നത്. അദ്ദേഹത്തെ ഓർക്കുന്നു. ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രൻ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത എഴുതിയ ONV കുറുപ്പിനെ ഇടയ്ക്കൊക്കെ വിമർശിക്കുന്നവർ പറഞ്ഞത്, വീണ്ടും നമ്മൾ ഇതൊക്കെ ഓർക്കണമല്ലോ, ഭൂമിക്ക് ചരമഗീതം പാടിയ കവി എന്നെവിടെയോ പറഞ്ഞു കേട്ടു. അങ്ങനെ അതൊരു തെറ്റായി പറച്ചിൽ തെറ്റാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ ഭൂമിയുടെ ഈ ഭൗതിക പരിതസ്ഥിതിയെ വല്ലാതെ ആക്രമിക്കപ്പെടുന്നു ആ പരിതസ്ഥിതി. ആ തരത്തിൽ ഭൂമിയുടെ ഒരു ചരമം അനിവാര്യമാണ് എന്നുള്ളത് മറ്റാരെയേക്കാൾ രാഷ്ട്രീയ സാമൂഹ്യ ശാസ്ത്ര പ്രവർത്തകന്മാരെക്കാൾ കൂടുതൽ ലോക ജനതയെ ഓർമ്മിപ്പിക്കേണ്ടത് ലോക മനസാക്ഷിയായ എഴുത്തുകാരൻ തന്നെയാണ്. അതുകൊണ്ട് സിയാറ്റിൽ മൂപ്പൻ അത് അമേരിക്കൻ പ്രസിഡന്റിന് കത്തിലൂടെയാണ് ഓർമ്മിപ്പിച്ചതെങ്കിൽ ONV സാറ് തീക്ഷ്ണമായൊരു കവിതയിലൂടെയാണത് ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് ONV സാറിൻ്റെ കാവ്യജീവിതത്തിൻ്റെ മൂന്നാം ഘട്ടം കുറിക്കുന്നതും ഒരർത്ഥത്തിൽ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലൂടെയാണ്. കാരണം ഈ ആസന്നമരണയായ ഭൂമിയെ വളരെ കണ്ണുനീരോടുകൂടി കണ്ടുകൊണ്ട് എഴുതിയ ആ കവിത മുതൽ ONV സാറിൻ്റെ കവിതയുടെ വിധാനം ഒന്നുകൂടി ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു നേരായ കാര്യമാണ്. ഞങ്ങളുടെ കണ്ണനെയും അപഹരിച്ചു നിങ്ങൾ, ഞങ്ങളുടെ സർവസ്വം അപഹരിച്ചു, ഉപ്പുതൊട്ട് ഉറിയിലെ ചെറുമൺകലങ്ങൾ വരെയൊക്കെയും വന്ന് അപഹരിച്ചു എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ, പാവപ്പെട്ട മനുഷ്യൻ, മർദ്ദിതൻ, നിന്ദിതൻ, ദളിതൻ, സാറിൻ്റെ ഭാഷയിൽ നിസ്വൻ, സാറിൻ്റെ കവിതകളിലൊക്കെ ആവർത്തിച്ചു വരുന്ന വാക്കാണ് പ്രസംഗത്തിലും നിസ്വൻ. ആ നിസ്വവർഗത്തിൻ്റേതായ തനതു സംസ്കാരത്തെ പ്രമാണിമാർ കവർന്നെടുത്ത് കൊണ്ടുപോകുന്നതിനെ ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ട് സ്വകാലവിലംഘിയായ വീക്ഷണഗതിയോടെ, മുണ്ടശ്ശേരി മാസ്റ്റർ പറഞ്ഞതാണ്, സ്വകാലവിലംഘിയായ വീക്ഷണഗതിയോടെ കണ്ട് അതിനെതിരെ ശക്തിയായ മുന്നറിയിപ്പ് കൊടുത്ത കവിതയാണ് ഈ ഞങ്ങളുടെ കണ്ണനെയും അപഹരിച്ചു. അത് വളരെ നേരാണ്. ആ കറുത്ത തൊലിയുള്ള മനുഷ്യൻ്റെ എല്ലാ സർഗാത്മകതയെയും അപ്പുറത്തുള്ളവർ പൂർവപക്ഷക്കാർ അപഹരിച്ചു കൊണ്ടുപോകുന്നതിനെതിരെയുള്ള തീക്ഷ്ണമായ മുന്നറിയിപ്പ് ONV സാറാണ് നൽകിയത്. ആ കവിത മുതൽക്ക് ആ ഒരു കാലഘട്ടം 10-15 വർഷക്കാലം പിന്നീട് ONVയുടെ ഈ കവിത വളരെ ഉയർന്ന ഒരു വിധാനത്തിൽ സഞ്ചരിച്ച് വന്ന് അത് പിന്നീട് സ്വയംവരം, ഉജ്ജയിനി തുടങ്ങിയ കഥാകാവ്യങ്ങളിൽ വരുമ്പോൾ പെൺപക്ഷ കവിത, കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത ഒന്നാമത്തെ പെൺപക്ഷ കവിതയാണെങ്കിൽ, വയലാറിൻ്റെ ആയിഷ രണ്ടാമത്തെ പെൺപക്ഷ കാവ്യം ആണെങ്കിൽ, ഉളപ്പമണ്ണയുടെ നങ്ങേമക്കൂട്ടി മൂന്നാമത്തെ പെൺപക്ഷ ദീർഘകവിതയാണെങ്കിൽ, അതിൻ്റെ തുടർച്ചയായി വരുന്നത് സ്വയംവരവും ഉജ്ജയിനിയും. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ശക്തിയായി വാദിക്കുന്ന 2 കഥാകാവ്യങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്തത് ONV ആണ്. അതുകൊണ്ട് തന്നെയാണ് അന്നവും വസ്ത്രവും അപ്പവും വീഞ്ഞുമായി എന്നിനി രക്ഷകൻ വന്നുചേരും സ്ത്രീകൾ ചോദിക്കുന്നത്. അതിൻ്റെ മറുപടിയും ONV തന്നെ പറയുകയാണ്. അന്നവും വസ്ത്രവും അപ്പവും വീഞ്ഞുമായി നിങ്ങളിൽ നിന്നൊരാൾ തന്നെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ തന്നെയാണ് സംരക്ഷകയായി വരേണ്ടത് എന്ന് പറയുന്ന ആ പെൺപക്ഷ കവിത, അത്തരം കവിതകളിലൂടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വളരെ ശക്തിയായി വാദിക്കുന്ന ഒരു കവിയെയും മലയാളത്തിൽ കാണുന്നുണ്ട് ONVയിലൂടെ. ശ്രീ TP ശാസ്ത്രമംഗലം, ഇപ്പോൾ ഈ കവിതകളൊക്കെ ഇപ്പോൾ ഏഴാച്ചേരി സാർ ഓർത്തതുപോലെ കവിതകൾക്കൊക്കെ കഥകൾ പറയാനുണ്ട്, അല്ലെങ്കിൽ വലിയ തത്വങ്ങൾ പറയാനുണ്ട്, ഓർമ്മപ്പെടുത്തലുകളുണ്ട്, ചില താക്കീതുകളുണ്ട്, ചില സംഭവങ്ങൾ വിവരിക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ONV കുറുപ്പിൻ്റെ ഒരു ചെറു പ്രസംഗം തന്നെയാണ് ശ്രീ പാലോട് രവി ഡെപ്യൂട്ടി സ്പീക്കർ പ്രതികരിക്കുന്നതൊന്ന് കേട്ടിട്ട് ഞാൻ ആ ചോദ്യത്തിലേക്ക് വരും. ഹലോ 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 മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർത്തച്ഛന്മാരിൽ അഗ്രഗണ്യനായിരുന്നു കുറുപ്പ് സാർ. ജീവിതാഭിലാഷം തന്നെ മലയാള ഭാഷ മലയാളികളുടെ മണ്ണിൽ ഒന്നാം ഭാഷയായി വളരണം, മാറണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം. നിയമസഭയുടെ ഔദ്യോഗിക ഭാഷാ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്ക് ഒട്ടനവധി തവണ
അദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ മലയാള ഭാഷയ്ക്ക് നിയമമുണ്ടാക്കുന്നതിന് വേണ്ടിയും മലയാള ഭാഷ ഒന്നാം ഭാഷയാക്കി മാറ്റുന്നതിനും വളരെ സന്തോഷത്തോടെയുള്ള അഭിമാനപൂർവ്വമായ പിന്തുണയായിരുന്നു അദ്ദേഹം എല്ലാ അവസരങ്ങളിലും അതിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്ക് നൽകിയിരുന്നത്. ഞാനെന്തു ഓർക്കുന്നു, ഇന്നത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിൽ അന്ന് കെട്ടിയ ഒരു പന്തലിൽ വന്നിരുന്നു കൊണ്ട് ശ്രേഷ്ഠഭാഷ മലയാളം ശ്രേഷ്ഠഭാഷയാക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവും അന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദനും പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഡൽഹിക്ക് പോകണമെന്നും മലയാള ഭാഷയുടെ ചരിത്രം മുഴുവനും നിങ്ങളുടെ മുമ്പിൽ നിരത്തി വയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടെ സംസാരിച്ച കുറുപ്പ് സാറ് എന്നും ഈ മാതൃഭാഷയ്ക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ട ഒരു വളർത്തച്ഛനായിരുന്നു. വളരെ വാത്സല്യപൂർവ്വം എന്നും ഈ നാട്ടിൽ നമ്മുടെ ഈ ഭാഷ തകർന്നു പോകാതിരിക്കാനും നശിച്ചു പോകാതിരിക്കാനും ഏറ്റവും കൂടുതൽ ക്ഷീണം പ്രയത്നിച്ച എഴുത്തുകാരനെന്നല്ല മഹാകവിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മലയാളികൾക്ക് മാത്രമല്ല, ഈ നാടിനാകെ വലിയ നഷ്ടമാണ്, വലിയൊരു വിടവാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ദുഃഖമാണെന്ന് മലയാളികൾക്കാകെയുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ശ്രീ ടി പി ശാസ്ത്രമംഗലം, ഞാൻ നേരത്തെ ചോദിച്ചത് അതായിരുന്നു. ഈ ഗാനങ്ങൾക്കൊക്കെ പറയാനുള്ള ഒരു ശ്രീ ONV കുറുപ്പിൻ്റെ ഒരു ചെറു പ്രസംഗമോ ഒരു വലിയ പ്രസംഗമോ ആണ് ഗാനങ്ങളും കവിതകളുമൊക്കെ? യുദ്ധകാണ്ഡത്തിലെ ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമസംഗീതമാണു നീ എന്ന പാട്ടാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ ആ ശ്യാമസുന്ദര പുഷ്പമേ എന്നുള്ള ആ പ്രയോഗം തന്നെ ONV സാറിൻ്റെ ആ ഒരു സൗന്ദര്യബോധം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. അത് എന്നിട്ട് അത് പറയുന്നു, പ്രേമസംഗീതമാണു നീ, യുദ്ധകാണ്ഡത്തിലാണ്, കെ രാഘവൻ്റെ സംഗീതം. ഇങ്ങനെ നമ്മൾ എടുത്തു പറയണമെങ്കിൽ ധാരാളം പാട്ടുകളുണ്ട്. അദ്ദേഹം ഈ സന്ദർഭം, ഗാനസന്ദർഭം പൂർണ്ണമായും ഉൾക്കൊണ്ട് പാട്ടെഴുതാൻ വളരെ വിദഗ്ധനായിരുന്നു. അത് ഏറ്റവും പ്രകടമായത് മദനോത്സവം എന്ന ചിത്രത്തിലാണ്. ഇവിടെ ഇപ്പോൾ നേരത്തെ കണ്ട സാഗരമേ ശാന്തമാക നീ എന്ന പാട്ട് മനസ്സിനെ സാഗരത്തോട് സാദൃശ്യം കൽപ്പിച്ചിട്ട് ശാന്തമാകാൻ പറയുന്ന ആ അവസ്ഥ, അതുപോലെ തന്നെ അതിലെ സന്ധ്യ, കണ്ണീര് തന്തേ സന്ധ്യ എന്ന പാട്ട്. അപ്പോൾ അവിടെ ഈ സന്ധ്യ ദിവസവും നമ്മൾ കാണുന്നതാണ്, പക്ഷേ സന്ധ്യ കരയുന്നതായി നമുക്ക് അന്ന് വരെ അനുഭവപ്പെട്ടിട്ടില്ല. ONV സാറ് പറയുന്നത് വരെ സന്ധ്യ, പക്ഷേ ആ സിനിമയിലെ സന്ദർഭം അതായതുകൊണ്ട് സന്ധ്യയുടെ ആ കണ്ണീരിന് 10 മടങ്ങ് സാധ്യതയുണ്ട്, 10 മടങ്ങ് പ്രസക്തിയുണ്ട്. അവിടെയാണ് ONV സാറിൻ്റെ സ്ഥാനം. അദ്ദേഹം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ 1952 തോന്നുന്നു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പൊന്നരിവാൾ അമ്പിളിയിലും അതുപോലുള്ള 1-2 നാടക ഗാനങ്ങളുമൊക്കെ എഴുതിക്കൊണ്ട് രംഗത്ത് വരുന്നത്. ഈ 2016 വിനോദ് മങ്കരയുടെ ചിത്രത്തിന് വരെ അദ്ദേഹം പാട്ടുകൾ എഴുതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറിവ് കൊണ്ട് ജ്ഞാനവൃദ്ധനാണെന്ന് അദ്ദേഹം നമുക്ക് പറയാമെങ്കിലും, ജ്ഞാനവൃദ്ധനായ കവിയാണെന്ന് പറയാമെങ്കിലും, പക്ഷേ ഈ കവിതയുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ യുവാവായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ അർത്ഥത്തിൽ എന്ന് വെച്ചാൽ പ്രണയഗാനങ്ങൾ, പ്രത്യേകിച്ചും പ്രണയഗാനം, ഇപ്പം വിനോദ് മങ്കരയുടെ ചിത്രത്തിൽ പ്രണയഗാനമാണോ അദ്ദേഹം എഴുതിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പഴയ കരയിലേക്കൊരു കടൽ ദൂരം എന്ന ചിത്രത്തിലെ പാട്ട്, അതിലുൾപ്പെടെ എല്ലാത്തിലും പ്രണയത്തിൻ്റെ വിവിധ ഭാവങ്ങൾ, അദ്ദേഹം ഒരു യുവാവാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു പ്രണയം അദ്ദേഹം എന്നും കാത്തു സൂക്ഷിച്ചിരുന്നു നമുക്ക് തോന്നിപ്പോവും. മനസ്സിലായില്ലേ? ഏത് പാട്ടെടുത്താലും പ്രണയത്തെ അദ്ദേഹം പാട്ടിലൂടെ അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് ഇത്ര ഏറെ പ്രണയത്തിൻ്റെ ഭാവങ്ങൾ എങ്ങനെ ഉരുത്തിരിയുന്നു എന്ന് അദ്ദേഹം ഈ 80-ലും 82-ലും 83-ലുമൊക്കെ വയസ്സിലും എഴുതിയ പ്രണയഗാനങ്ങൾ എടുത്ത് അപഗ്രഥിക്കുകയാണെങ്കിൽ അദ്ദേഹം 17 വയസ്സിൽ എഴുതിയ, അല്ലെങ്കിൽ 18-ാമത്തെ വയസ്സിൽ, അല്ലെങ്കിൽ 20-ാമത്തെ വയസ്സിൽ എഴുതിയ പ്രണയഗാനത്തിനോട് തുല്യമാണ്. ശ്രീ ഏഴാച്ചേരി, അവിടെ ചോദിക്കാമോ എന്ന് പറഞ്ഞുകൂടാ, ഒരു കവിക്ക് മറ്റൊരു കവിയോട് അസൂയ തോന്നുന്ന നിമിഷങ്ങളാണ്. ഈ പറയുന്ന 84-ാം വയസ്സിൽ ആ കവിയുടെ മനസ്സിൽ ഇത്രമാത്രം പ്രേമം ഇങ്ങനെ ഉറഞ്ഞു നിൽക്കുന്നു, ഇനിയും ഉണ്ട്, അതിങ്ങനെ വരുന്നു
തുളുമ്പാനായി ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ എല്ലാ കവികൾക്കും ഇങ്ങനെ തന്നെയാണോ അതോ ONV തന്നെയാണ് നല്ല എല്ലാ കവികൾക്കും, കാളിദാസൻ ഉൾപ്പെടെ. അല്ലാത്ത കവികൾക്ക് ഇടയ്ക്ക് വെച്ച് ആ പ്രണയത്തിൻ്റെ സരസ്വതി നദി ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ എവിടേക്കോ അറിയാതെ മറഞ്ഞു പോകും. അവർ പിന്നെ എഴുതുന്നതെല്ലാം ഉമ്മിക്കരി ചവയ്ക്കുന്നത് പോലുള്ള കവിതകളായിരിക്കും. ONV സാർ, പി ഭാസ്കരൻ, വൈലോപ്പിള്ളി, എടശ്ശേരി, സാക്ഷാൽ കുഞ്ഞിരാമൻ നായർ ജി, ഇവരെല്ലാം അവസാനം വരെ ഈ വളരെ നല്ല ഒരു ഗോത്രത്തിലെ ആളുകളായിരുന്നു. കാലം മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ചാലും കവിളത്തെ താമര വാടിയാലും എൻ അനുരാഗമാം മയിൽപ്പീലി തേന്മാവിനെന്നും കുന്നും 16 തിരുവയസ്. പി ഭാസ്കരൻ തൻ്റെ പ്രണയത്തെക്കുറിച്ചുള്ള യൗവനത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ മാനിഫെസ്റ്റോ ഒരു സിനിമാ പാട്ടിലൂടെയാണ് അവതരിപ്പിച്ചത്. ONV സാറിൻ്റെ എല്ലാ പാട്ടുകളും TP ശാസ്ത്രമംഗലം നന്നായിട്ട് പഠിച്ച ആളാണല്ലോ. അദ്ദേഹം പറഞ്ഞത് വളരെ നേരായ കാര്യമാണ്. 84-ാമത്തെ വയസ്സിൽ എഴുതുന്ന നാടകഗാനം ഇപ്പോൾ KPSCക്ക് വേണ്ടി ഏറ്റവും ഒടുവിൽ എഴുതിയ നാടകത്തിലെ പ്രണയഗാനം എടുത്തു നോക്കുമ്പോഴും ഒരു മങ്ങലും ആ പാട്ടുകൾക്ക് വന്നിട്ടില്ല. പ്രണയത്തിന്റെ മാനിഫെസ്റ്റോ ONV ഏത് കവിതയിലാണ് അല്ലെങ്കിൽ ഏത് പാട്ടിലാണ്? അദ്ദേഹത്തിൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഇവർ ഇതേവരെ ചർച്ച ചെയ്യാത്ത പല പിന്നെ ഗാനങ്ങളിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കാക്കപ്പൊന്ന് എന്ന് പറയുന്ന ഒരു നാടകം 50കളുടെ അവസാനം 60കളുടെ ആദ്യം വന്ന നാടകം. അതിനകത്തെ പാട്ടുണ്ട്, മാനത്തെ മഴവില്ലിന് 7 നിറം, എൻ മനസ്സിൽ എയ്യാൻ നിൻമലർ മിഴിയിൽ 7,700 ആണല്ലോ അമ്പുകൾ, 7,700 ആണല്ലോ ദേവതാര മരങ്ങൾ പൂത്തൊരു പട്ടുപന്തലിനുള്ളിൽ മോതിരക്കൈ നീട്ടി നിൽക്കെ നാണമാർന്നവളാരോ. അത് കരുണ എന്ന് പറയുന്ന സിനിമയിലെ വാർതിങ്കൾ തോണി. ഇതൊക്കെയാണ് ONV സാറിൻ്റെ ഏറ്റവും ഹൃദയമുദ്ര, കരൾ മുദ്ര പതിഞ്ഞ പ്രണയഗാനങ്ങൾ. എന്തായാലും പ്രണയത്തിൻ്റെ കാര്യത്തിൽ ആ മാനിഫെസ്റ്റോ ഏത് പാട്ടിലാണ് എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമുണ്ടാകൂ. പക്ഷേ അത് ONV കുറുപ്പ് സാറിൻ്റെ മനസ്സിൽ പ്രണയം നിറഞ്ഞു തുളുമ്പി തന്നെ നിൽക്കുന്നു. ഇപ്പോഴും ഈ അവസാന ദിവസത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു, അന്ത്യനിമിഷങ്ങളിൽ വരെ എന്നാണ് പറഞ്ഞു വെക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഇന്ത്യവരത്തിൽ ഉള്ളത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ശ്രീ VN മുരളിയാണ്. VN മുരളിയിലേക്ക്. ഡോക്ടർ ലാൽ, ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ VN മുരളിയാണ്. സാർ, പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങളുമായി അഭേദ്യമായ ബന്ധമാണ് തൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ട 84 വർഷം നീണ്ട ജീവിതത്തിലുടനീളം ONVക്കുള്ളത്. ഉടനീളം അദ്ദേഹം ഒരു പുരോഗമനവാദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകൾ വിപ്ലവാത്മകരമായിരുന്നു. ഒരുപക്ഷെ മറ്റൊന്നും ചിന്തിക്കാത്തൊരു കാലഘട്ടത്തിൽ ജന്മിത്വത്തിനൊക്കെ എതിരായി നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് മാലോകര ഉദ്ബോധിച്ച ആ കവിയെ എങ്ങനെ നമുക്ക് അനുസ്മരിക്കാനാവും? ജീവിതത്തെക്കുറിച്ച് ONV സാറിന് ഉള്ള ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം ഇത് ഒരു എഡിഷൻ മാത്രമുള്ള ഒരു പുസ്തകമാണെന്നാണ്. ഒരു സെക്കൻഡ് എഡിഷൻ ഇല്ല. നമുക്കൊരൊറ്റ ONV മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പകരം വെക്കാൻ വേറൊരാളില്ല. കേരളത്തിലെ പുരോഗമന രാഷ്ട്രീയത്തിൻ്റെയും പുരോഗമന സാഹിത്യത്തിൻ്റെയും വഴി വെളിച്ചവും ONV സാറായിരുന്നു. ഏതാണ്ട് 70 വർഷത്തിൽ പരം പുരോഗമന സാഹിത്യത്തിനെ കേരളത്തിൽ മലയാള ഭാഷയിൽ അതിൻ്റെ വേര് ശക്തമായി ആഴത്തിൽ വേരോടുന്നതിന് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ONV സാറ്. അതുകൂടാതെ മലയാള ഭാഷ അദ്ദേഹം മലയാള ഭാഷയ്ക്ക് വേണ്ടി അതിനെ ശ്രേഷ്ഠ ഭാഷയാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള നിരന്തരമായ പോരാട്ടം മലയാളികളെല്ലാം ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കുകയാണ്. സാഹിത്യത്തിൽ മാത്രമല്ല, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഒരു അധ്യാപക സംഘടനയുടെ ഒരു പോരാളി എന്നുള്ള നിലയിൽ നിരവധി ഓർമ്മകൾ അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്കുണ്ട്. ശ്രീ VN മുരളിയാണ് ശ്രീ ONV കുറുപ്പിനെ ഓർത്തത്. നമുക്ക് ഈ പരിപാടി തൽക്കാലം അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. അതിനുശേഷം ONV കുറുപ്പിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും നമുക്ക് ഇപ്പോൾ ഉണ്ട്. ആ പരിപാടിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് പോകുമ്പോൾ ശ്രീ TP ശാസ്ത്രമംഗലം, എങ്ങനെയാണ് ONV കുറുപ്പിനെ നമുക്ക് ഇന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ
ഭൗതിക ദേഹം ഇന്ദീവരത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറഞ്ഞു വെക്കാം? ഇപ്പോൾ ഗാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ONV സാർ ഉണ്ടാക്കിയെടുത്ത ഒരു സംസ്കാരമുണ്ട്. പൈതൃകം എന്നൊക്കെ നേരത്തെ ഇവിടെ ഓണക്കൂർ സാർ പറഞ്ഞത്. ആ പൈതൃകം മലയാളിയുടെ സ്വത്തായി മാറുന്നു. സാറ് വിടവാങ്ങുമ്പോൾ സാറ് തന്നിട്ട് പോകുന്ന ആ ഗാന സംസ്കൃതി വളരെ വിലപ്പെട്ടതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടായത് കൊണ്ട് മാത്രം പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെ പഠിച്ച ഒരു എളിയ വ്യക്തി എന്ന നിലയിൽ പറയുകയാണ്. അദ്ദേഹം ഉണ്ടാക്കിയ ആ ഒരു ഗാന സംസ്കാരം അത് എന്നും മലയാളത്തിൽ നിലനിൽക്കും. ശ്രീ ഏഴാച്ചേരി അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ONVയുടെ ഗാനവും കവിതയും മാത്രമല്ല, ONVയുടെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ദർശനം, അധ്യാപകനായി ഭരണാധികാരിയായി ഒക്കെ അദ്ദേഹം പല മുഖങ്ങളിൽ അവതരിച്ചതെല്ലാം മലയാളികളെ സംബന്ധിച്ചിടത്തോളം എക്കാലം മാതൃകാപരമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ജീവിതം, എഴുത്തിലെ അനുസ്യൂതി, അത് നിശ്ചയമായും എഴുത്തുകാർ ഓർമ്മിക്കേണ്ട വ്രതവിശുദ്ധമായ ഒരു ജീവിതവും. അധ്യാപകനായിരുന്നു അദ്ദേഹം, കുപ്പായം ഇടാത്ത കാലത്തും എന്നുള്ളതാണ് നേരായ കാര്യം. റൈറ്റ്. ശ്രീ ONV കുറുപ്പ് ഇനിയില്ല, അതാണ് യാഥാർത്ഥ്യം. 6 പതിറ്റാണ്ട് കാലമായി കേരളത്തിൻ്റെ സാമൂഹ്യ, സാഹിത്യ, ചലച്ചിത്ര, ഗാന സബരിയയെ കീഴടക്കിയിരുന്ന ജ്ഞാനപീഠ ജേതാവും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയുമായ ONV കുറുപ്പ് ഓർമ്മയായിരിക്കുന്നു. ഇനി ആ വിടവ് എങ്ങനെ നികത്തും എന്നുള്ള ചർച്ചകളിലേക്കാണ് ഇനി മലയാളം പോവുക. ആ ചർച്ചകൾ ഒരു യാഥാർത്ഥ്യമായി നിൽക്കെ നമുക്ക് തൽക്കാലം ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടി വരുന്നു. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ ഏഴാച്ചേരി, ശ്രീ TP ശാസ്തമംഗലം, ശ്രീ ജോർജ് ഓണക്കൂർ, മറ്റതിഥികൾക്കും നമസ്കാരം.